Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തുലു, ഈ ചായക്കടയിൽ വന്നിട്ട് സമൂസ കഴിച്ചില്ലെങ്കിലേ പിന്നെ അന്നത്തെ ദിവസം പോക്കാ എനിക്ക്. പക്ഷെ ഇന്നിവിടെ സമൂസയുടെ മണമൊന്നും വരുന്നില്ലല്ലോ പത്തുലു. എന്താ കാര്യം? ഇല്ല, നമ്മുടെ ചായക്കട ചേട്ടന്റെ കട എവിടെ പോയി? പത്തുലു, ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്തിനാ സംഭവിച്ചത്? എപ്പോഴാ സംഭവിച്ചത്? എന്റെ മോട്ടു ഇമോഷണൽ ഡ്രാമയൊന്ന് നിർത്ത്. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 1 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ ചായക്കടയും പൂട്ടി എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇല്ല, എന്റെ ചായക്കട ചേട്ടാ, നിങ്ങളുടെ സമൂസ ഇല്ലാതെ എനിക്ക് എങ്ങനെ ദിവസം തുടങ്ങുക? രാത്രി ഉറക്കം എങ്ങനെയാ വരിക? സമോസ വേണോ? സമോസ സമോസ, ചൂടുള്ള സമോസ, ചൂടുള്ള സമോസ, സമോസ വേണോ? സമോസ വേണോ? ചൂടുള്ള സമോസ, ചൂടുള്ള സമോസ വേണ്ടവര് വേഗം കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എടോ ജോണേ, താനിപ്പോ മോഷണമൊക്കെ നിർത്തി നല്ല ചൂടുള്ള സമൂസ വിൽക്കാൻ തുടങ്ങിയോ? വെരി ഗുഡ്. എന്നാ വേഗത്തിൽ എനിക്ക് നല്ല ചൂടുള്ള സമൂസകളിങ് എടുത്തേ. അങ്ങനെ എല്ലാവർക്കും ഞാൻ സമോസ കൊടുക്കത്തില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഞാൻ സമൂസ കൊടുക്കത്തുള്ളൂ, മനസ്സിലായോ? ജോണേ, ഞാൻ സമൂസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ആദ്യം ജോലി എന്താണെന്ന് പറ. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എപ്പോഴാ ചെയ്യേണ്ടത്? എന്തിനാ ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി നിങ്ങൾ 3 ജോലികൾ ചെയ്യണം. ആ 3 ജോലികൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വയറ് നിറച്ച് സമൂസ തരുന്നതായിരിക്കാം. വയറ് നിറച്ച സമൂസയോ? പൊളിച്ചേ! എനിക്ക് സമ്മതമാണ്. എന്റെ മോട്ടു ആലോചിക്കാതെ എടുത്തു ചാടി ഒന്നും ആർക്കും വാക്കൊന്നും കൊടുക്കാൻ പാടില്ല. നിനക്കറിയില്ലേ, ഒരു പക്ഷേ ജോൺ നിനക്കിട്ട് വല്ല പണിയും തരാനാണെങ്കിലോ? എന്റെ പത്തിലു, ഈ ജോൺ അങ്ങനെ എന്ത് ജോലിയാ നമ്മളോട് പറയാൻ പോകുന്നത്? ഈ കടയിൽ എന്തേലും ചെറിയ ചെറിയ ജോലികൾ നമ്മളോട് പറയുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്റെ പത്തിലു, സമൂസയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്റെ ജോണെ വേഗം പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ന് എന്റെ കൂടെ വരൂ. നമ്പർ 1 നമ്പർ 2 കട നന്നായിട്ട് നോക്കിയോടെ. ഞാൻ മോട്ടോന് ജോലി എന്നത് പറഞ്ഞു കൊടുത്തിട്ട് വരാം. മോട്ടു, ഇതാ ഈ സ്ഥലം കണ്ടില്ലേ? ഇവിടെ നീ വലിയൊരു കുഴി കുഴിക്കണം. ഇത്രയുള്ളൂ ജോലി, ഇപ്പൊ തന്നെ തീർത്തേക്കാം. കണ്ടില്ലേ എന്റെ പൈശാചിക ബുദ്ധിയിലെ തോന്നിയ അപകടകരമായ ഐഡിയ? മോട്ടവും പത്തിലും ഇപ്പൊ ഞാൻ കൊടുത്ത ജോലിയിലെ തിരക്കിലായിരിക്കുക. അപ്പൊ നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഈസി ആയിട്ട് മോഷ്ടിക്കാമല്ലോ. സംഭവം പിടികിട്ടിയോ? മോട്ടു, ഇനി നിന്നെ ഞാൻ കൂടി സഹായിച്ചേ പറ്റുള്ളൂന്നാ തോന്നുന്നത്. ഇന്നത്തെ കാലാവസ്ഥ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. യെസ് 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 യെസ്, അടിപൊളി. ഹലോ, എന്റെ അമ്മോ, നിങ്ങൾ എങ്ങനെ താഴേക്ക് പോയത്? എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ പോലീസ് സ്റ്റേഷൻ മുകളിൽ, ഞാൻ താഴെയും. എന്റെ അമ്മോ, ജോൺ, ഞാൻ നിന്റെ ആദ്യത്തെ ജോലിയൊക്കെ തീർത്തിരിക്കുന്നു. ഇനി വേഗത്തിൽ രണ്ടാമത്തെ ജോലി പറയൂ. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? അടുത്ത ജോലി ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യണ്ടേന്നൊന്ന് ചോദിക്കേ. രണ്ടാമത്തെ ജോലി ചെയ്യാനായിട്ട് 2 പേരും എന്റെ കൂടെ വേഗം വരിക. നിങ്ങൾ ആ മലയില് ഒരു വലിയ പാറ കാണുന്നില്ലേ? അതെ, കാണുന്നുണ്ട്. അടുത്തത് പറയൂ. ആ വലിയ പാറക്കടിയില് ഒരു ചെറിയ കല്ലുണ്ട്. എനിക്കിത് എങ്ങനെയെങ്കിലും ആ ചെറിയ കല്ല് കൊണ്ടുവന്ന് തരണം മോട്ടു. ഇത്രയുള്ളൂ ജോലി. ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. വേഗം വരാം. മോട്ടു, അവിടെ നിൽക്ക്, എടുത്ത് ചാടരുത്. മോട്ടു,
മോട്ടവർ ഇതാ ജോലി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മോഷ്ടിക്കാനുള്ള സമയമാണ്. വേഗം വണ്ടി എടുക്കണേ. ജോൺ, ഞാൻ ഈ കല്ല് എടുത്തു കഴിഞ്ഞു. ദേ ഞാൻ വരുവാണ്. മോട്ടു വേഗം സൈഡിലേക്ക് ഓട്. ബോസ് ബോസ്, നിങ്ങളുടെ ഒരു മോശം സ്വഭാവമാണ് മോട്ടുവും പത്തിനോട് അടിയുണ്ടാക്കുന്നത്. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ എടുത്തു ചാടി ആലോചിക്കാതെ ഓരോന്ന് ചെയ്യുന്നതിന്റെ അനുഭവം? സമൂസ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിന്നെ വെറുതെ ഇങ്ങനെ ഓരോന്നിട്ട് ചെയ്യിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പത്തില് ഒരു പ്രാവശ്യം മാത്രം ഞാൻ സമൂസ കഴിച്ചോട്ടെ. അതിനുശേഷം ആ ജോണിന് ഞാൻ വെറുതെ വിടില്ല. ജോൺ, വേഗത്തിൽ മൂന്നാമത്തെ ജോലി പറയൂ. എനിക്ക് സമൂസ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. ജോണേ, നീ മോട്ടുവിന്റെ ശക്തി തെറ്റായ രീതിയിലാ ഉപയോഗിക്കുന്നത്. പത്ലു, നീ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുകയാണ്. മൂന്നാമത്തെ ജോലി വളരെ എളുപ്പമുള്ള ജോലിയാണ്. മാത്രമല്ല വളരെ ക്രിയേറ്റീവുമാണ്. വരൂ, രണ്ടുപേരും എന്റെ കൂടെ വരൂ. നിങ്ങൾ ആ സ്ഥലം കണ്ടില്ലേ? ഇവിടെയൊക്കെ കാണാൻ എന്തുമാത്രം ഭംഗിയാണെന്ന് നോക്ക്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സുന്ദരം, എത്ര മനോഹരം, അതിമനോഹരമായിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ മോട്ടു, എനിക്ക് വേണ്ടി നീ ഈ ഭംഗിയുള്ള സ്ഥലത്തിന്റെ ഭംഗിയുള്ള ഒരു വലിയ ചിത്രം വരച്ചു തരണം. പടം വരയ്ക്കാൻ നീ മിടുക്കനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ വരയ്ക്കാൻ പോകുന്ന പടം അടിപൊളി ആയിരിക്കണം മോട്ടു. എന്റെ ജോണെ, അതിനെ കുറിച്ച് നീ ഓർത്ത് വിഷമിക്കേ വേണ്ട. എനിക്ക് പെയിന്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എന്ന് വെച്ചാൽ ഇഷ്ടമാണെന്ന്. ഞാൻ വരയ്ക്കുന്ന പെയിന്റിംഗ് കണ്ടാലേ നിനക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നീ എനിക്ക് ഒരുപാട് സമൂസകൾ വാരിക്കോരി തരും. കണ്ടോ? ഓക്കേ മോട്ടു, ബെസ്റ്റ് ഓഫ് ലക്ക്. പെയിന്റിംഗ് ചെയ്തിട്ട് വേഗം എന്റെ കടയിലേക്ക് വന്നേക്ക് സമോസ തിന്നാൻ. ഹേയ്, വേഗം വരയ്ക്ക്. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ആദ്യം ഒന്ന് നോക്ക്, നീ എവിടെയാ നിൽക്കുന്നേന്ന്. മോട്ടു! അല്ല പത്തിലും പെട്ടെന്ന് ഈ ലൊക്കേഷൻ എങ്ങനെ ചേഞ്ച് ആയത്? എന്നാ പിന്നെ ഒന്നുകൂടെ വരയ്ക്കട്ടെ. അല്ല പത്തിലും, ഇതെന്താണ്? എനിക്ക് ശരിക്കും പെയിന്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. കൊള്ളാം, ഞാൻ എന്ത് മനോഹരമായിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. നന്നായല്ലോ ജോണ്, നിന്നെ ഇവിടെ കണ്ടുമുട്ടിയത്. നോക്കൂ, നിന്റെ പെയിന്റിംഗ് മുഴുവനായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം കടയിലോട്ട് വരൂ, എന്നിട്ട് എനിക്ക് സമൂസ തരാൻ റെഡി ആയിക്കോളൂ. എന്ത്? ഓ, എന്റെ പൊന്നു മോട്ടു, സുല്ല സമൂസേ! കണ്ടില്ലേ പത്തലു, നീ പറയാറില്ലേ കഷ്ടപ്പാടിന്റെ ഫലം മധുരമായിരിക്കുമെന്ന്. പക്ഷെ എന്റെ കഷ്ടപ്പാടിന് എനിക്ക് സമൂസയാണ് കിട്ടുന്നത്. ഇനി തരൂ. ഇനി തരൂ. ഇനിയും തരൂ. എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ല. വേഗം ഇനിയും തരൂ. ഇന്നാണ് ഞാൻ ഇത്രയും സ്വാദുള്ള സമൂസ കഴിക്കുന്നത്. ഇനിയും തരൂ, 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 തന്നോണ്ടേ ഇരിക്കൂ. നിർത്തല്ലേ, വേഗം തരൂ. നല്ല രസമുണ്ട്. സമൂസ, സമൂസ, സമൂസ. ഇനിയും സമൂസ തരൂ, തരൂ സമൂസ. ബോസ് ബോസ്, ഇനി എന്നെ കൊണ്ട് സമോസ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇനി നിങ്ങളുണ്ടാക്ക്. മതിയാക്ക് മോട്ടു, മതിയാക്ക്. ഒരൊറ്റ ദിവസം എങ്ങനെയാണ് ഇത്രയും സമോസ വലിച്ചു കയറ്റാൻ പറ്റുന്നത്? എന്തൊരു വയറാണ് അതിന്റെ. എന്റെ പൊന്നു പത്തിലോ, നീ എങ്കിലും ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്തൊരു തീറ്റയായത്. ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ എന്താവും മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ? ഒന്ന് മതിയാക്ക്.
ജോണേ, നീ മോട്ടുവിന് വയറ് നിറച്ചും സമൂസ കൊടുക്കാന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, ശരിക്കും വാക്ക്. അതങ്ങോട്ട് സഫലീകരിക്ക്. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ. വന്ന് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണേ, എന്നിട്ട് ജയിലിലൊന്ന് കൊണ്ടുപോയിട്. ഞാൻ 3 സ്ഥലങ്ങളിൽ മോഷ്ടിച്ചു ചിങ്കം സാറേ. വേഗം വന്ന് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സമയം ഒട്ടും പാഴാക്കാനില്ല. എത്രയും വേഗം തന്നെ വന്ന് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യ്. എനിക്ക് ജയിലിൽ കിടക്കണം സാറേ. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ചിങ്കം സാറേ എത്തിയോ? എന്ത് സമയം കളയാതെ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ചിങ്കം സാറ് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യൂ. ആദ്യം ഞാൻ എന്റെ വയറ് നിറച്ച് സമൂസ കഴിക്കട്ടെ. ജോണേ, വേഗം സമൂസ കൊണ്ടുവരൂ, സമൂസ കൊണ്ടുവരൂ. ഇല്ല ഇല്ല, ഞാൻ 3 സ്ഥലത്ത് മോഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് ജയിലിൽ കിടക്കണം. എനിക്ക് ജയിലിൽ കിടന്നേ പറ്റൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.